കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന കുറച്ച് കാര്യങ്ങൾ പാരന്റ്സ് ഡെയിലി അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിനി പറയാൻ പോകുന്ന 5 കാര്യങ്ങളിൽ 5നും ഒരേപോലെ പ്രാധാന്യം ഉള്ളതാണെങ്കിലും ഏറ്റവും ഫസ്റ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ള പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്ത് പറയുന്നു എന്നതിനേക്കാളും എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഒരു കാര്യം. അവരൊരിക്കലും അത് മറക്കാനും പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുണ്ടാവും, നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ അവരുടെ മുഖം എങ്ങനെയായിരുന്നു, നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായപ്പോൾ, നിങ്ങളൊന്ന് കരഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ആരോടെങ്കിലും ഒരു അടി ഉണ്ടാക്കിയ സമയത്ത് അവരെങ്ങനെയായിരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ് അവർ പ്രസന്റ് ചെയ്തത് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് അവർക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുക. അത് എത്ര വലുതായി കഴിഞ്ഞാലും അത് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, അവരൊരു മിസ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വാക്ക് പോലും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അടക്കാൻ പറ്റാത്ത ദേഷ്യമാണ്, അങ്ങനെയുള്ള സമയത്ത് 1 മിനിറ്റ് ഞാൻ ഭയങ്കര അപ്സെറ്റ് ആണ്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ ആ സ്പേസിൽ നിന്ന് മാറുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബൗണ്ടറി എന്താണ്, നിങ്ങളുടെ സ്പേസിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇമോഷണൽ റെഗുലേഷൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നും നിങ്ങൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട്, കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ലാത്ത കാര്യം, അത് അവരങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ദ വേർഡ്സ് ദാറ്റ് യു റിപ്പീറ്റ്. അതായത് കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, പ്രശ്നം ഇല്ലാത്ത സമയത്ത്, നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ ലേബൽ ചെയ്ത് കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നീ ഒരു മടിയനാണ്, നിന്റെ അച്ഛനെ പോലെ തന്നെ ആയിപ്പോയല്ലോ, നിനക്ക് കണക്ക് തീരെ അറിയത്തില്ല, അല്ലെങ്കിൽ നിനക്ക് പഠിക്കാൻ നീ ഭയങ്കര പിന്നോട്ടാണ്. വേറെ ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും കുട്ടീനെ പറ്റി പറഞ്ഞു കൊടുക്കും അല്ലെ, അലസതയാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓരോ വാക്കുകളും ഓരോ ടൈം കുട്ടീനോട് റിപ്പീറ്റ് ചെയ്യുന്നതും അത് അവരുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുവാണ്. അവര് ഇങ്ങനെ അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മളാണ് നമ്മുടെ കുട്ടീനെ അങ്ങനെ ആക്കി മാറ്റുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ദ ടൈം യു കീപ് യുവർ പ്രോമിസസ്. അതായത് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ഞാൻ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും കൊണ്ടുപോവാം, ശനിയാഴ്ച ആകുമ്പോൾ പാർക്കിൽ കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് ഓരോരോ പ്രോമിസസ് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച ആകുമ്പോൾ പാർക്കും ഉണ്ടാവില്ല, മറ്റേ മുട്ടായും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളൊരു പ്രോമിസ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം ആ പ്രോമിസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ നമ്മൾ ട്രസ്റ്റ് ഇഷ്യൂ ആണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മിറ്റ്മെന്റ് അവരെ കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ പറഞ്ഞത് ചെയ്യും എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്യുവാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും നിങ്ങൾ ആസ് എ പാരന്റ് ആ കുട്ടിക്ക് നിങ്ങളെ കൗണ്ട് ഡൗൺ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ കം ബാക്ക് ആൻഡ് ടോക്ക് ടു മൈ പാരന്റ് എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകും. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രോമിസസ് ഒന്നും നടത്താറില്ല. ഞാൻ ചുമ്മാ പറയും, അപ്പത്തെ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ പറയും. പക്ഷെ അതൊന്നും വലിയ കാര്യമില്ല, പിന്നെ അവൻ മറന്നുപോകും, ഞാനും മറന്നുപോകും എന്നുള്ള ഒരു പ്രശ്നം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എങ്കിൽ ഉറപ്പായിട്ടും അത് കുട്ടി ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. നമ്മൾ വിചാരിക്കും കുട്ടി മറന്നുപോയെന്ന്, പക്ഷെ കുട്ടികൾ ഒരിക്കലും ഇതൊന്നും മറക്കാൻ പോകുന്നില്ല. ഇനി നാലാമത്തെ കാര്യമാണ്, ഫോൺ താഴെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഈ ഫോൺ താഴെ വെച്ച് എന്ന് ഞാൻ എടുത്തു പറഞ്ഞതിന്റെ കാരണം, ഇന്നത്തെ പാരന്റ്സിന്റെ ആയിക്കോട്ടെ, കുട്ടികളുടെ ആയിക്കോട്ടെ, ഗ്രാൻഡ് പാരന്റ്സിന്റെ ആയിക്കോട്ടെ, ഫോൺ ഇങ്ങനെ ഗ്ലൂ ചെയ്യപ്പെട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ, നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആളാണ് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് പറയുന്ന സമയത്ത് കണ്ണെടുക്കാതെ ആയിരിക്കും നമ്മൾ കുട്ടി പറയുന്ന കാര്യം ലിസൺ ചെയ്തത്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് കുട്ടി ഒരു കാര്യം പറയുമ്പോൾ ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് അവർ പറയുന്ന കാര്യം ലിസൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ആ കുട്ടിക്ക് അവിടെ പ്രസൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും. കുട്ടിയും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുട്ടിക്ക് തീർച്ചയായും നിങ്ങളോട് ഭയങ്കര ട്രസ്റ്റ് ഉണ്ടാവും, നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടാവാനുള്ള ഒരു വലിയ റീസൺ ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമായിട്ട് മാറും, എൻ്റെ അച്ഛൻ അല്ലെ എൻ്റെ അമ്മ അവിടെ ഉണ്ട് എനിക്ക് വേണ്ടിയിട്ട്, ഐ ആം സേഫ് എന്നുള്ള ആ ഒരു ഫീലിംഗും കുട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഫോൺ ഇല്ലാതെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഇനി അഞ്ചാമത്തതും ഒഴിച്ചുകൂടാനാവാത്തതുമായിട്ടുള്ള ഹീറോയാണ്
ദ വേ യു ഹാൻഡിൽഡ് ദെയർ മിസ്റ്റേക്സ്. അവരുടെ മിസ്റ്റേക്കിനെ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നുള്ളതാണ്. എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇപ്പം പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തെന്നുള്ളതാണ്. നിങ്ങൾ അവരെ അടിക്കാറാണോ പതിവ്, നിങ്ങൾ അവരോട് ദേഷ്യപ്പെടാറാണോ പതിവ്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഒച്ച വെക്കാറാണോ, നിങ്ങൾ അവരെ പിടിച്ച് റൂമിൽ അടയ്ക്കാറുണ്ടോ, നിങ്ങൾ നുള്ളാറുണ്ടോ, നിങ്ങൾ ബ്ലെയിം ചെയ്യാറുണ്ടോ, കമ്പയർ ചെയ്യാറുണ്ടോ, ഷെയിം ചെയ്യാറുണ്ടോ, അവരെ കളിയാക്കാറുണ്ടോ? ഇതൊന്നും ഒരിക്കലും അവർ മറക്കാൻ പോകുന്നില്ല. നമുക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും ഓർമ്മയുണ്ടാവും. നമ്മുടെ അച്ഛനോ അമ്മയോ ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെങ്കിലും വീട്ടുകാരെങ്കിലും കുടുംബക്കാരെങ്കിലും ചെയ്ത കുറച്ചെങ്കിലും ഓർമ്മ ഉണ്ടാവാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. എല്ലാവരും നമ്മുടെയൊക്കെ ഈ 90s-ലും 80s-ലും അല്ലെങ്കിൽ 70s-ലൊക്കെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഇതെല്ലാം കടന്നു പോന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ ഈ എക്സ്പീരിയൻസസ് ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. പക്ഷെ ഇനിയുള്ള ജനറേഷൻ ഇതൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല. നമ്മൾ ഡിസേർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ പേരൻസിന് ആരും പറഞ്ഞു കൊടുക്കാനില്ലാതിരുന്നു. അവരുടെ മുമ്പിലുള്ള ആളുകൾ എന്താണോ ചെയ്തത് അത് തന്നെ നമ്മളും അനുഭവിച്ചു പോന്നു. പക്ഷെ ഇനി അങ്ങോട്ട് അത് തന്നെ നമ്മുടെ കുട്ടികൾ അനുഭവിക്കേണ്ട കാര്യമില്ല. ദേ ഡിസേർവ് റിയലി എ ബെറ്റർ ലൈഫ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക. കുട്ടികൾ നന്നായി വളരട്ടെ. അവരെ ഒരിക്കലും ബ്ലെയിം ചെയ്തിട്ടോ, അവരെ ചെറുതാക്കി കാണിച്ചിട്ടോ, അവരെ ലേബൽ ചെയ്തിട്ടോ, അവരുടെ മിസ്റ്റേക്സിനെയൊക്കെ വലുതാക്കി പെരുപ്പിച്ച് കാണിച്ചിട്ടോ അല്ല അവരുടെ ബിഹേവിയറിനെ ചേഞ്ച് ആക്കേണ്ടത്. അതിനൊക്കെ നല്ല വഴികൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ വഴികളിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ കുട്ടികൾ ശരിക്കും നല്ലൊരു ബിഹേവിയറുള്ള ആൾക്കാരായിട്ടും നാളെ നല്ലൊരു പൗരനായിട്ടും ജനിക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ജനറേഷനെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വീട്ടിലിരിക്കുന്ന പാരൻസിനും ഓരോ റോൾ ഉണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ ഇപ്പം അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കുക എന്നുള്ളതിന്റെ ഭാഗമായി തീരാവുന്ന ആളല്ല. നമ്മുടെ കുഞ്ഞ് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്, നല്ലൊരു പൗരനാവാൻ വേണ്ടിയിട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട വെറും 5 കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്, അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ പറയുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്